നമുക്കൊരു ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം കളിച്ചാലോ? നമുക്കൊരു ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം കളിക്കാം. നിങ്ങളുടെ ബർത്ത്ഡേ മന്ത് അനുസരിച്ച് നിങ്ങളുടെ സൂപ്പർ ഹീറോ, നിങ്ങളൊരു സൂപ്പർ പവർ ഉണ്ടോ, നിങ്ങളുടെ ബർത്ത്ഡേ മന്ത് അനുസരിച്ച് നിങ്ങളുടെ ബർത്ത്ഡേ അനുസരിച്ച് നിങ്ങളുടെ സൂപ്പർ പവറും സൂപ്പർ ഹീറോ എന്താണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ നമുക്ക് കൂടെ ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം കളിക്കാം ഗായ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് അമീർ ഷോസ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഞാനിവിടെ കുറേ സൂപ്പർ ഹീറോസിനെ കൊടുത്തേക്കുന്നുണ്ടോ, 12 സൂപ്പർ ഹീറോസിനെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ബർത്ത്ഡേ മന്ത് അനുസരിച്ചുള്ള സൂപ്പർ ഹീറോസാണ് കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ പവർ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫണ്ണായിട്ടുള്ള പവേഴ്സാണ്, അതുപോലെ തന്നെ തരുന്ന പവറാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങളുടെ പവർ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ 12 സൂപ്പർ ഹീറോസിനെ കൊടുത്തിട്ടുണ്ട്. ആ 12 സൂപ്പർ ഹീറോസിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സൂപ്പർ ഹീറോനെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേ മന്ത് ഏതാണ്? 1 2 3 4 5 6 7 8 9 10 11 12 12 ബർത്ത്ഡേ മന്ത് ഉണ്ട്. നിങ്ങളുടെ ബർത്ത്ഡേ മന്ത് ഏതാണ് ആ സൂപ്പർ ഹീറോനെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പം എൻ്റെ ബർത്ത്ഡേ മന്ത് മെയ് ആണ്. അപ്പം ഞാൻ 1 2 3 4 5 അഞ്ചാമത്തെ സൂപ്പർ ഹീറോനെ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. സെലക്ട് ചെയ്തിട്ട് നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് അടിക്കുക. എന്നാലും നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറയുമ്പോൾ. എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ജസ്റ്റ് നിങ്ങളുടെ സൂപ്പർ ഹീറോനെ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ സൂപ്പർ ഹീറോനെ വെച്ചിട്ടാണ് നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം കളിക്കാൻ പോകുന്നത്. നിങ്ങളുടെ സൂപ്പർ ഹീറോയ്ക്ക് എന്തൊക്കെ പവർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു തരും. അടിപൊളിയാണ്, പോകൽ എന്തൊരു ഫൺ അടിപൊളി ഗെയിമാണ്. ആരും സ്കിപ്പ് ചെയ്ത് പോകേണ്ട, അവസാനം വരെ എല്ലാവരും വീഡിയോ കാണണം. നമുക്ക് പൊളിക്കേണ്ട ഗൈസ്. ഓക്കെ, അപ്പോൾ എൻ്റെ സൂപ്പർ ഹീറോ 5ാമത് ഇറക്കുന്ന സൂപ്പർ ഹീറോ ആണ്. ഞാൻ 5ാമത് ഇറക്കുന്ന സൂപ്പർ ഹീറോനെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിച്ചു. അടി കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് അടിക്കുക. എല്ലാവരും ലൈക്ക് അടിച്ചാൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എന്നാലും നമ്മുടെ വീഡിയോ പുതിയ ആൾക്കാരിലായിട്ട് എത്തുന്നുള്ളൂ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ 12 സൂപ്പർ ഹീറോസ് ഉണ്ട്. ആ 12 സൂപ്പർ ഹീറോസിൽ 3-4 പേര് ജയിക്കും. ഹൈഡ് ആൻഡ് സീക്ക് ഗെയിമിൽ ജയിക്കും. ആരൊക്കെ ജയിക്കും, നിങ്ങളുടെ ബർത്ത്ഡേ മന്തിൽ അക്കാണോ നിങ്ങൾ ജയിക്കുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഫസ്റ്റത്തെ ആദ്യം ഞാൻ എല്ലാ സൂപ്പർ ഹീറോസിൻ്റെ പവർ പറഞ്ഞുതരാം. ഓക്കെ, ഫണ്ണായിട്ടുള്ള പവർ ഉണ്ടാകും, കോമഡി ആയിട്ടുള്ള പവർ ഉണ്ടായിരിക്കും. ഇത് തരുന്നതല്ല, ഞാൻ തന്നെ ഉണ്ടാക്കിയ പവേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ നിങ്ങൾ ഏത് പവറാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏത് പവറാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും അവരുടെ പവർ കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ ഹൈഡ് ആൻഡ് സീക്ക് ഗെയിമിൽ ആരൊക്കെ ജയിക്കുന്നതും കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, നമുക്ക് സന്തോഷമായിട്ട് പോകാം മക്കളെ. നമുക്ക് സന്തോഷമായിട്ട് എല്ലാവർക്കും ചിരിച്ച് അടിപൊളിയായിട്ട് പോകാം. നിങ്ങൾ ഈ വീഡിയോ റീച്ച് ആക്കി തന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് അടിച്ച് അടിപൊളിയാക്കി തന്നാൽ നമുക്ക് പുതിയ ഗെയിം അടിപൊളിയായിട്ട് ഇടും. ഞാൻ പുതിയ സെറ്റ് സാധനം കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ജനുവരി. ഓക്കെ, ജനുവരി ബർത്ത്ഡേ മന്ത് ഉള്ള ആൾക്കാരുടെ സൂപ്പർ പവർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവരുടെയും മെസ്സേജ് കാണാൻ പറ്റും. അതാണ് നിങ്ങളുടെ സൂപ്പർ പവർ എന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾ ആരുടെ മെസ്സേജാണ് എടുത്ത് നോക്കാൻ പോകുന്നതെന്ന് എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയണം. ഞാൻ എൻ്റെ എക്സിൻ്റെ മെസ്സേജ് എടുത്ത് നോക്കും, എക്സ് ലവറിൻ്റെ മെസ്സേജ് എടുത്ത് നോക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അപ്പോൾ അതാണ് സൂപ്പർ പവർ. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മെസ്സേജ് കാണാൻ പറ്റും. ജനുവരി ജനിച്ച ആൾക്കാർക്ക് അതാണ് നിങ്ങളുടെ സൂപ്പർ പവർ എന്ന് പറയുമ്പോൾ. ഒന്നും കൂടി പറയുവാണ്, ഫണ്ണാണിത്, അല്ലാതെ റിയാലിറ്റി ഒന്നുമല്ല. ജസ്റ്റ് നമുക്ക് ഫണ്ണിന് വേണ്ടി എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി പറയുന്നതാണ്. ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം ഉണ്ട്, എല്ലാവരും വെയിറ്റ് ചെയ്യുക. അതിനു മുമ്പ് നിങ്ങളുടെ ബർത്ത്ഡേ മന്ത് അനുസരിച്ചുള്ള സൂപ്പർ പവേഴ്സ് ഏതൊക്കെ നിങ്ങൾ നോക്കുക. ഫെബ്രുവരി ജനിച്ച ആൾക്കാർക്ക് സ്പീഡിൻ്റെ പവർ ആയിരിക്കും, ഭയങ്കര ഫാസ്റ്റിംഗ് പവർ ആയിരിക്കും. പെട്ടെന്ന് സ്പീഡിൽ ഓടും, ഏറ്റവും വലിയ സ്പീഡിൽ ഓടുന്ന, ചിമ്പാൻസിനേക്കാളും ചീറ്റേനേക്കാളും ഏറ്റവും സ്പീഡിൽ ഓടുന്ന ഫെബ്രുവരി ജനിച്ചുള്ള ആൾക്കാരായിരിക്കും. ഭയങ്കര സ്പീഡായിരിക്കും. അവർ ഈ ഗെയിമിൽ ജയിക്കുമോ, ഹൈഡ് ആൻഡ് സീക്ക് ഗെയിമിൽ ജയിക്കുമോ നമുക്ക് നോക്കാം. ജനുവരിയിലുള്ള ആൾക്കാർ ജയിക്കുമോ, ഫെബ്രുവരിയിലുള്ള ആൾക്കാർ ജയിക്കുമോ നമുക്ക് നോക്കാം. എൻ്റെ ബർത്ത്ഡേ വന്ന് മെയ്യാണ് ഗൈസ്. എനിക്ക് അടിപൊളി പവറാണെന്ന് കിട്ടാൻ നോക്കട്ടെ. അപ്പോൾ മാർച്ച് ജനിച്ചുള്ള ആൾക്കാർക്ക് ആംഗ്രി പവർ. ആംഗ്രി പവർ എന്ന് പറയുമ്പോൾ ഭയങ്കര ദേഷ്യമായിരിക്കും അവർക്ക്. ആ പവറാണ് അവർക്ക് അവരുടെ മുമ്പിൽ ആരെങ്കിലും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ തോപ്പിക്കാൻ വേണ്ടി എന്ന് വെച്ച് അവർ പറന്നു പോകും. അതാണ് ആംഗ്രി പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഏപ്രിൽ ജനിച്ച ആൾക്കാർക്ക് അടിപൊളി പവറാണ് മൈൻഡ് പവർ. ഓക്കെ, നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ, നമുക്ക് ആരുടെ വേണമെങ്കിലും മൈൻഡ് ഹാക്ക് ചെയ്ത് അവരുടെ മനസ്സിൽ എന്താണ് നമുക്ക് കാണാൻ പറ്റും. അതാണ് മൈൻഡ് ഹാക്കർ പവർ. ഏപ്രിൽ ആൾക്കാർ പൊളിയാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. വീഡിയോക്ക് എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാവുമല്ലോ. ഓക്കെ, മെയ്യിൽ ജനിച്ച ആൾക്കാർ, എൻ്റെ മന്ത് വന്നിരിക്കുകയാണ്. മെയ്യിൽ ജനിച്ച ആൾക്കാർക്ക് ഇതെന്ത് പണ്ടാര പരിപാടിയാണ്. മെയ്യിൽ ജനിച്ച ആൾക്കാർക്ക് മൊസ്കിറ്റോ ഹിറ്റിങ്, കൊതുകിനെ അടിക്കാനുള്ള പവർ. കൊതുകിനെ എല്ലാവർക്കും അടിക്കാൻ അറിയാൻ പാടില്ല. ഇതെന്ത് പണ്ടാര. ഇതാണ് എനിക്ക് ദേഷ്യം വരുന്ന കാര്യം. എൻ്റെ ബർത്ത്ഡേ മാത്രം എല്ലാം കൊളോക്കി തരും. ഇതാണ് എൻ്റെ സൂപ്പർ പവർ. ഗൈസ്. ഓക്കെ, അടുത്തത് ജൂൺ. ഓക്കെ, വെയിറ്റ് ചെയ്യുക. ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം ഉണ്ട്. നിങ്ങളുടെ ബർത്ത്ഡേ മന്ത് അനുസരിച്ചാണ് നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം സെറ്റ് ചെയ്തേക്കുന്നത്. ഇതും കൂടി കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ ഹൈഡ് ആൻഡ് സീക്കിലായിട്ട് ഗെയിം പോകാം. എല്ലാവരുടെ സൂപ്പർ പവർ കേൾക്കുക. നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സിനുണ്ടെങ്കിൽ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ജൂൺ എന്ന് പറയുമ്പോൾ, ജൂണിലുള്ള ഒരു സൂപ്പർ പവർ എന്ന് പറയുമ്പോൾ ലൈഫ് പവർ. കള്ളം പറയാനുള്ള ശക്തി. കള്ളം നമ്മളെല്ലാവരും പറയുമല്ലോ, കള്ളം പറയാത്ത ആൾക്കാരുണ്ട്. എന്നാലും കള്ളം പറയാനുള്ള ശക്തി അവർക്കുണ്ടാവും. എന്തായാലും ഒരു കള്ളം മാത്രമേ പറയത്തുള്ളൂ, സത്യം പറയത്തില്ല. അതാണ് ഒരു സൂപ്പർ പവർ എന്ന് പറയുമ്പോൾ. ജൂലൈയിൽ സൂപ്പർ പവർ ഉള്ള ആൾക്കാർക്ക്
മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റും അവർക്ക്. ഓക്കെ, അതുപോലെ തന്നെ മറ്റേ ഏപ്രിലെ ആൾക്കാരെ പോലെ മൈൻഡ് ഹാക്കർ ആയിരിക്കും ജൂലൈ ഉള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ മൈൻഡ് ഇങ്ങനെ റീഡ് ചെയ്ത് അവർക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്തത് ഓഗസ്റ്റിലുള്ള ആൾക്കാർക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. 10 ദിവസം കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാൽ എന്താണ് നടക്കുന്നതെന്ന് അവർക്ക് ഇപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? 10 വർഷം കഴിഞ്ഞ് എന്താ നടക്കുന്നതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി, അടിപൊളിയാവും. നിങ്ങൾക്ക് അടിപൊളി പവറാണ് ഓഗസ്റ്റിൽ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ നാളെ കൂടി കഴിഞ്ഞ് നമ്മുടെ ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം സ്റ്റാർട്ട് ആക്കുവാണ് ഗൈസ്. ഓക്കെ, സെപ്റ്റംബറിലുള്ള ആൾക്കാർക്കുള്ള പവർ ഞാൻ പറഞ്ഞു തരട്ടെ. ക്രൈയിങ് പവർ ആയിരിക്കും നിങ്ങൾക്ക് കരയാനുള്ള പവർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കരഞ്ഞ് വീട്ടിൽ വെള്ളം വരുത്തേണ്ട ആവശ്യമില്ലല്ലോ. ആ വെള്ളം എടുത്ത് കുടിക്കാമല്ലോ, ബക്കറ്റൊക്കെ എടുത്തിട്ട്. നിങ്ങൾക്ക് ഭയങ്കര പവറാണല്ലോ, കരഞ്ഞിട്ടിരിക്കണോ. എന്നാലും എനിക്ക് മോസ്കിറ്റോ ഈറ്റിംഗ് പവർ കിട്ടിയ ഒരുമാതിരി പരിപാടിയായി പോകട്ടെ. ഒക്ടോബർ ജനിച്ച ആൾക്കാർക്ക് വാട്ടർ പവർ ആയിരിക്കും. വാട്ടർ പവർ എന്ന് വെച്ചാൽ വായിക്കൂടി വെള്ളം വരും, മൂക്കി കൂടി വെള്ളം വരും, എല്ലായിടത്തും കൂടി വെള്ളം വരും ഗൈസ്. വെള്ളം കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തോപ്പിക്കാം. അത് നിങ്ങളൊരു വാട്ടർ പവറുള്ള പീപ്പിളാണ് ഗൈസ് ഒക്ടോബറിൽ ജനിച്ച ആൾക്കാർ. അടുത്തത് നവംബറിൽ ജനിച്ച ആൾക്കാരെന്ന് പറയുമ്പോൾ ഫൈറ്റിംഗ് പവർ, ഭയങ്കര മസിൽ. എനിക്ക് അത്രയും മസിലൊന്നുമില്ല, എന്നാലും ചുമ്മാ നോക്കാം നമുക്ക്. ഞാൻ നവംബർ ഒന്നുമല്ല കേട്ടോ, എന്നാലും കുറച്ചൊക്കെ ഇപ്പം ജിമ്മേ പോകാറില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭയങ്കര ഫൈറ്റിംഗ് പവർ ആയിരിക്കും നവംബറിലുള്ള ആൾക്കാർ പൊളിയായിരിക്കും കേസ്. അപ്പോൾ ഡിസംബറിലുള്ള ആൾക്കാർക്ക് ഐ പവർ ആയിരിക്കും. ഇവിടെ നിന്നിട്ട് നമുക്ക് എവിടെ നിൽക്കുന്ന സാധനം വരെ കാണാം. ഇവിടെ നിന്നിട്ട് നമ്മൾ എവിടെ നടക്കുന്ന സാധനം വരെ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാം. ഇവിടെ മര്യാദയ്ക്ക് എനിക്ക് ഇവിടെ ഫോണിലുള്ള കാര്യങ്ങളും കാണാൻ പറ്റില്ല, കണ്ണ് വയ്യാത്തതുകൊണ്ട്. എനിക്ക് കണ്ണ് കാണാൻ പറ്റാത്തതുകൊണ്ട് ഫോണിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റില്ല. ഞാൻ ഗ്ലാസ് വെച്ചല്ലേ യൂസ് ചെയ്യുന്നത് ഫോൺ. ഇപ്പോൾ ഈ ഗ്ലാസ് വെക്കുന്നതേ ഉള്ളൂ. അപ്പോഴാണ് വേറെ നാട്ടിൽ നടക്കുന്ന, വേറെ എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങൾ, വേറെ സംഭവങ്ങൾ, വേറെ സ്ഥലത്ത് നടക്കുന്ന, സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് ഈ ഐ പവർ വെച്ച് കാണാൻ പറ്റും. അതാണ് ഡിസംബറിലുള്ള പവർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ബർത്ത്ഡേ മന്ത് അനുസരിച്ചുള്ള സൂപ്പർ പവേഴ്സ്. അതുപോലെ തന്നെ നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഒന്ന് ഓണാക്കി, ലൈക്ക് ചെയ്തേ. എല്ലാവരും ഓണായോ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ സൂപ്പർ പവേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, നിങ്ങളുടെ സൂപ്പർ പവറുള്ള ആളാണ്. നിങ്ങളുടെ ബർത്ത്ഡേ മന്ത് അനുസരിച്ച് ഏത് നമ്പറാണോ നിങ്ങൾക്ക് വന്നേക്കുന്നത് അത് നിങ്ങൾ നേരത്തെ സെലക്ട് ചെയ്തല്ലേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എൻ്റെ ബർത്ത്ഡേ മന്ത് 5 ആണ്. ഞാൻ 5ാമത്തെ സൂപ്പർ ഹീറോനെ സെലക്ട് ചെയ്ത്. എനിക്ക് മോസ്കിറ്റോ ഈറ്റിംഗ് പവറാണുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ മോസ്കിറ്റോ ഈറ്റിംഗ് പവറിനെ സെലക്ട് ചെയ്ത് ഞാൻ ലൈക്ക് ചെയ്ത് ലോക്ക് ചെയ്ത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ആരാ ജയിക്കുന്നതെന്ന് എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയണം. എത്രാമത്തെ നമ്പറാണ് നിങ്ങൾ സെലക്ട് ചെയ്ത്, നിങ്ങൾക്ക് ഏത് സൂപ്പർ പവർ ആണെന്നുള്ളതും കമൻറ്റ് ബോക്സിൽ പറയണം. നമുക്ക് ഫണ്ണായിട്ട് കരുതാം. നമുക്ക് ഞാനും പറയാം എൻ്റെ സൂപ്പർ പവർ എന്നൊക്കെയെന്ന് പറഞ്ഞ് നമുക്ക് കമൻറ്റിൽ മെസ്സേജ് ഒക്കെ ചിരിക്കാം, കുഴപ്പമൊന്നുമില്ല. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം സൂപ്പർ പവർ ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡി, ഞാനാണ് നിങ്ങളെ പിടിക്കാൻ പോകുന്നത്. ഞാൻ ഒരു സൂപ്പർ ഹീറോ ആണ്. ഞാൻ ഒരു മൊസ്കിറ്റോ സൂപ്പർ ഹീറോ അല്ലേ. അപ്പോൾ ഞാൻ മൊസ്കിറ്റോ സൂപ്പർ ഹീറോ വെച്ചാണ് നിങ്ങളെ പിടിക്കാൻ വരാൻ പോകുന്നത്. ഒരു കൊതുകിൻ്റെ ബാറ്റ് വെച്ചൊക്കെയാണ് ഞാൻ പിടിക്കാൻ വരാൻ പോകുന്നത്. നിങ്ങൾ ജയിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, 5 ബർത്ത്ഡേ മന്തുള്ള ആൾക്കാരെ പിടിച്ച് ഗൈസ്. 5 ബർത്ത്ഡേ മന്ത് എന്ന് പറയുമ്പോൾ 3 മെയ് ഞാൻ ഫസ്റ്റ് തന്നെ പോയടാ. എന്ത് പണ്ടാരോട് ഇത്, ഞാൻ മാത്രം എപ്പോഴും എന്നെ മാത്രം എനിക്ക് ദേഷ്യമനോടാ. 7 ബർത്ത്ഡേ മന്തുള്ള ആൾക്കാർ പോയി, ഞാൻ തോറ്റില്ല. എന്നാലും നിങ്ങളെ കൂടി തോപ്പിക്കും ഞാൻ. 3 ബർത്ത്ഡേ മന്തുള്ള ആൾക്കാരെ പിടിച്ച്, ഞാൻ 3 ബർത്ത്ഡേ മന്തുള്ള ആൾക്കാരെ പിടിച്ച്. 1 ബർത്ത്ഡേ മന്തുള്ള ആൾക്കാരെ പിടിച്ച് ഗൈസ്. 9 ബർത്ത്ഡേ മന്തുള്ള ആൾക്കാർ, 9 സെലക്ട് ചെയ്ത ആൾക്കാരെ പിടിച്ച് ഗൈസ്. അങ്ങനെ പിടിയല്ല, 6 ബർത്ത്ഡേ മന്തുള്ള ആൾക്കാരെ പിടിച്ച്. 6 ബർത്ത്ഡേ മന്തുള്ള ആൾക്കാരെ പിടിച്ച് ഗൈസ്. 4 ബർത്ത്ഡേ മന്തുള്ള ആൾക്കാരെ പിടിച്ച് ഗൈസ്. പോയാ ദേവോണ് കഴിഞ്ഞ് ഗായ്സ്. അപ്പോൾ 2 8 10 11 12 ഈ ബർത്ത്ഡേ മന്തൊക്കെയാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. വിന്നേഴ്സ് ആരൊക്കെയെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക, ലൂസേഴ്സ് ആരൊക്കെയെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ സൂപ്പർ പവേഴ്സ് ഏതൊക്കെയാണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. എല്ലാവരും ജസ്റ്റ് ആ ഹൈപ്പ് ചെയ്തേക്കുക, നമ്മുടെ വീഡിയോക്ക് ഒന്ന് ഹൈപ്പ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ വീണ്ടും സന്ധിക്കവരെ വണക്കം. വിന്നേഴ്സിന് അഭിനന്ദനങ്ങൾ. അയ്യേ തോറ്റുപോയേ ചമ്മി. ഫസ്റ്റ് ഞാനാണ് പുറത്തായത്.